ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സോൾ എനർജി എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, എന്താണത് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ഉള്ളം, ആ ഒരു മനസ്സ് ഏത് തരത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നമുക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്, ഏത് തരത്തിലാണെന്നുള്ളത് നോക്കാം. Messenger of water, transformation, page of earth, 3 of air, 7 of water, 7 of air, Fool. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവണം. അതായത് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ആ ഒരു ഇമോഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോലെ തന്നെ ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിലുള്ളത് ആരാണെന്നുണ്ടെങ്കിലും അവർ വളരെ സുതാര്യമായിട്ട് അവരുടെ ഒരു എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളോട് പറയുമ്പോഴാണ് നമുക്കും അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും. അതിന് പകരമായിട്ട് ഒരു ഒളി മറ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു വ്യക്തിക്ക് നമ്മളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളും അവിടെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതായിട്ട് കാണാം. അല്ലെങ്കിൽ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ നേരത്തെ നിങ്ങളോട് ഇമോഷണലി ഒക്കെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇപ്പോൾ വളരെ ഫിൽറ്റേർഡ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് പണ്ടുണ്ടായതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ 10ലൊരംശം എന്ന് പറയുന്ന പോലെ, അതായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. കൺഫ്യൂസ്ഡ് ആണ്. സ്നേഹമുണ്ടോ ഇല്ലയോ അതും അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹക്കൂടുതൽ കാരണം ഒരു പക്ഷേ സ്നേഹമുണ്ടാവാം. പക്ഷേ അവർക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കുഴഞ്ഞു മറിഞ്ഞൊരു സിറ്റുവേഷൻ നമുക്ക് കാണാം. ഇനി ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിൽ പോകുന്നൊരു റിലേഷൻഷിപ്പായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ചില സമയത്ത് ഈ ഒരു വ്യക്തി വളരെ താല്പര്യത്തോടെ, സ്നേഹത്തോടെ വരുന്നു. പക്ഷേ അത് അധികം സമയം ലാസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രോമിസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതവർക്ക് നടപ്പിലാക്കാനായിട്ട് ചിലപ്പോൾ കഴിയണമെന്നില്ല. ചില വാക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻറ്റും ഒക്കെ തന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പേഴ്സണെ കാണണമെന്നില്ല. അതുപോലെയുള്ളൊരവസ്ഥയിലൂടെ പോകുന്നവർക്കും തീർച്ചയായിട്ടും ഇത് റെസൊനേറ്റ് ആവുന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് തന്നെ ഒരു കുഴഞ്ഞു മറിഞ്ഞ മാനസികാവസ്ഥ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അവരുടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ളൊരു തോന്നൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങളുള്ളത് കൊണ്ട് അവർക്കതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വ്യക്തി കോൺടാക്റ്റിലേക്ക് വരാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കാം, അല്ലെങ്കിൽ കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം. പിന്നെയും ആ ഒരു പേഴ്സൺ ഒരുപാട് പ്രത്യാശയോടുകൂടി വന്നിട്ടുള്ള ഒരു അനുഭവം കാര്യങ്ങളൊക്കെ ചിലർ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നിടത്തു നിന്ന് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു തീരുമാനമെടുത്ത്
ഇതിനകത്തേക്ക് വരണം, എന്ത് തടസ്സങ്ങളോ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് ഇതിലേക്ക് വരാം എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പം അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൻ്റെ ഒരു സോൾ അല്ലെങ്കിൽ അവരുടെ ഒരു യഥാർത്ഥ മനസ്സ് എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി തീരുമാനമോ കാര്യങ്ങളോ ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ചുറ്റുപാടും സിറ്റുവേഷനും അല്ലെങ്കിൽ നമ്മുടെ ലോജിക് മൈൻഡ് സെറ്റും ഒക്കെ വെച്ച് പല കാര്യങ്ങളും ഒക്കെ ആലോചിച്ചായിരിക്കും എടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളുടെ മനസ്സെന്താണ്, അല്ലെങ്കിൽ നമുക്കൊരു ഇനി ഈ പറഞ്ഞതുപോലെ നേരെ തിരിച്ചും ആവാം. കാരണം ചിലരില്ലാത്ത സ്നേഹം പ്രറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു മനസ്സെന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്, ആ ഒരു എനർജി എന്നുള്ളത് നമുക്കൊന്ന് അറിയാം. Passion ignited, recognition and reward, spiritual union. Okay, Chariot, Knight of Swords, Six of Cups, Six of Swords, Page of Cups, King of Cups, Queen of Cups, Queen of Wands, Three of Swords, Ace of Cups, Four of Cups, Three of Cups. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം ആ ഒരു പേഴ്സൻ്റെ ഒരു സോൾ അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത്. ആ ഒരു ക്രേവിങ് തന്നെ നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കിവിടെ വന്നിട്ടുള്ള ആ ഒരു വെരി ഫസ്റ്റ് എനർജി, ആ ഒരു എനർജി എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്ത നമ്പർ 1 ആണ്. ആ ഒരു സോളിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ, അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു വ്യക്തി നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഒരു പക്ഷേ നമ്മളുടെ മനസ്സ് പോലും അറിയാതെ അത് ആഗ്രഹിച്ചിരിക്കും, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത്രയും തീക്ഷ്ണമായിട്ട് നമ്മൾ പാസ്റ്റിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും അത് വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള, അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും മിസ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. അത് ഈ ഒരു പേഴ്സൺ ഉള്ളപ്പോഴല്ല, ഇല്ലാത്തപ്പോൾ പോലും എന്തിനോ വേണ്ടി തേടുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ ചിലവർക്ക് അനുഭവിച്ച് ഉള്ളതായിട്ട് തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം എന്ന് പറയുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ്. കാരണം ഈ ഒരു കണക്ഷൻ അത്രത്തോളം സീക്രഡ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും പവിത്രമായിട്ട് ഈ ഒരു എനർജി കാണുന്നു എന്നുള്ളതാണ്. സംതിങ് കമ്മിങ് ഫ്രം ദ പാസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു ജന്മത്തിലുള്ളൊരു ബന്ധമായിട്ടല്ല, അതിന് മുൻപ് എത്രയോ കാലങ്ങളായിട്ട് പരിചിതമായിട്ടുള്ള ഒരു എനർജി എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു പേഴ്സൻ്റെ സോൾ നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു 6 ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ഫെമിലിയറാണ് നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോളിനെ ഇതിന് വളരെയധികം ഫെമിലിയറാണ്. കാരണം ആ ഒരു തിരിച്ചറിവുണ്ട്, എത്രയോ നാൾ മുമ്പേ അറിയുന്നതാണ്. നമ്മൾ ചില പേഴ്സൺസൊക്കെ നമ്മുടെ ലൈഫിൽ കടന്നു വരുമ്പോൾ കുറച്ച് നാളത്തെ പരിചയം ഉണ്ടാവുള്ളൂ, പക്ഷെ ഒരുപാട് കാലങ്ങളായിട്ട് അറിയാം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എവിടെയോ കണ്ടു മറന്നൊരു മുഖം, എന്തോ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ചിലവരോട് തോന്നാറുണ്ട്. അത് പിന്നെയും കുറച്ചും കൂടി ഡീപ്പായിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ പോലും അത് റിയലൈസ് ചെയ്യുക. ആദ്യമൊക്കെ അത് അത്രയും ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ അത് എല്ലാ കണക്ഷനിലും ഉള്ളതല്ല, ചില കണക്ഷൻസിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മെയിൻ എനർജീസിൽ തന്നെ കാണാം എത്രത്തോളം ആ ഒരു
എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണക്ഷൻ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ചില റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് പുറത്ത് പോകാനായിട്ട് പറ്റാത്തതും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും പുറത്ത് പോകാൻ സാധിക്കാത്തതും ഇങ്ങനെയുള്ള ഒരു ടൈ അപ്പ് ഉള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പോലും അറിയാതെ നമ്മളിവിടെ ഹുക്കായി കിടക്കുന്നതുകൊണ്ടാണ്. നമുക്കത് എന്തുകൊണ്ട് വിട്ടു പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു പേഴ്സൻ്റെ നിങ്ങളുടെയും കൂടി ഒരു സിറ്റുവേഷൻ എനർജി പറഞ്ഞപ്പോഴും അവിടെയും കണ്ടൊരു കാര്യമാണ്. ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും തിരിച്ചു വരാനുള്ളൊരു പ്രവണത. അല്ലെങ്കിൽ അവർ ആശയക്കുഴപ്പത്തിലാവും. ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രഷർ ഇപ്പുറത്ത് അനുഭവിക്കുമ്പോൾ പോലും ഇതും വിട്ടുകളയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയധികം ടെൻഷൻ അടിക്കേണ്ട, അല്ലെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്നാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ കിടന്ന് കൺഫ്യൂസ്ഡ് ആവേണ്ടുന്ന ഒരു ആവശ്യമില്ല. പക്ഷേ അതിന് അത്രയും ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ആ ഒരു പ്രഷറും ഒക്കെ വരുന്നത് വിട്ടുകളയാനും കൂടി കഴിയില്ലാത്തത് കൊണ്ടാണ്. ഇപ്പുറത്ത് സമ്മർദ്ദം ഉണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. പക്ഷേ വിട്ടുകളയാനായിട്ട് കഴിയില്ല എന്നുള്ള ഒറ്റ കാരണമാണ് അതിനെ പിടിച്ചു നിർത്തുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള നിങ്ങളുടെ ഒരു കണക്ഷൻ എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിലും സോൾ ഇതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഒരു കണക്ഷനിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പാസ്റ്റിൽ നടക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, അത് നടന്നു കിട്ടണം എന്നുള്ള ഒരു സംഗതിയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു അർഹതപ്പെട്ട ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇനി അർഹതപ്പെട്ട കാര്യങ്ങൾ വരാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലാണ് ഒന്നു ചേരേണ്ടതെന്നുള്ള ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ആ ഒരു കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എനർജി. ആ ഒരു DFDM എനർജീസ് ആണത്. രണ്ടും ആ ഒരു ഇമോഷണലി അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള കണക്ഷൻസ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു സോൾ അത്രത്തോളം നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹോമായിട്ട് അത് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതിനെ വിട്ടുകളയാനേ കഴിയില്ല. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അത് നിങ്ങൾക്കായിട്ട് അത്രയും ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ദാഹിക്കുക എന്നൊക്കെ പറയില്ല, എന്ന് പറഞ്ഞതുപോലെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സണ് ലൈഫിൽ വേറെ പല ഫോക്കസുകളും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ശ്രദ്ധയോ ലോജിക് വൈസ് ഒക്കെ വേറെ പല കാര്യങ്ങളുടെ പിന്നാലെയാണെന്നുണ്ടെങ്കിലും സോൾ ഇതിനകത്തേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം ഇതാണ് എന്നുള്ളത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അതുപോലെ തന്നെ ഇതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്നിരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒളിമറ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുതാര്യമായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ട്രാവലിംഗ് എനർജിയാണ്, നിങ്ങളിലേക്ക് പാഞ്ഞെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ എത്രയോ നാൾ മുൻപ് പരിചയമുള്ള ഒരു കണക്ഷനായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് അത് തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ നമ്മളിവിടെ ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതും ഒരു ജേണി തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു ഡാർക്കായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ ഇതൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ പ്രക്ഷുബ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ശാന്തമായിട്ടുള്ള രീതിയിലേക്ക് ഒഴിഞ്ഞു പോരാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജിയാണ്. നിങ്ങളെ കൊണ്ടത് പുറത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ഒരു തടവറയായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ ലോകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അതിൽ നിന്ന് മാറി സമാധാനത്തോടെ പോവാനായിട്ട്, യോജിച്ച് പോവാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെ നമുക്ക് കാണാം. ഒരുപക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു സോൾ ഇത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ലാതെ പിന്നെയും പിന്നെയും ചുറ്റി ചുറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഈ 3 എനർജീസിലാണെന്നുണ്ടെങ്കിലും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു പാഷനാണ്, ഇവിടെ പെയിനാണ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലവ് ആണ്, ഇമോഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹൃദയത്തിൽ മുറിവേൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. വേറെ എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ അത്രത്തോളം തളർന്നു പോകണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹേർട്ട് ചെയ്താലായിരിക്കും ആ ഒരു വ്യക്തി ഏറ്റവും കൂടുതലായിട്ട് വേദന അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുമ്പോഴായിരിക്കും അവർക്കൊരു ഡീപ്പ് വൂണ്ട് മനസ്സിനകത്ത് തോന്നുന്നത്. അതായത് നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നാനാണെന്നുണ്ടെങ്കിലും ഒക്കെ അതിനൊക്കെ ഉള്ളത് നിങ്ങളായിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ഫയറി നേച്ചർ, ആ ഒരു എനർജിയാണ് കാണുന്നത്. അത്രത്തോളം ആ ഒരു അട്രാക്ഷൻ, ആ ഒരു എന്താ പറയുക, ക്ലോസ്നെസ്, അതെല്ലാം തോന്നുന്നത് നിങ്ങളോട് തന്നെയാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അനുഭവിക്കുന്ന പോലെ ചിലപ്പോൾ അവർ ഒരു കാര്യത്തിലും ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല. സ്റ്റിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എനർജിയിൽ കണ്ടതും ആ ഒരു ഫുൾ എനർജിയാണ്, വീണ്ടും വരാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ വരണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും കാണാം അൺകണ്ടീഷണൽ ലവ് ആണ്.
അപ്പം അത്രത്തോളം അത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും അതിനെ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു പുറമേയുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതിയെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൺഫ്യൂസ്ഡ്, നിങ്ങളുടെ സ്നേഹത്തിൽ കൺഫ്യൂഷൻ ആയാൽ പോലും അവരുടെ ഒരു സോൾ കൺഫ്യൂസ്ഡ് ആകുന്നില്ല എന്നുള്ളതാണ്. അത് അത്രത്തോളം ഡിറ്റർമിൻഡ് ആണ് നിങ്ങളുടെ സ്നേഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എവിടെയാണെന്നുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എത്ര സന്തോഷം വന്നു കഴിഞ്ഞാലും നമ്മൾ പറയാറുണ്ട് ലൈഫിൽ ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിലേ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റൂ. വേറെ ആര് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിലാണ് അതിന് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നത്, ഒരു ഫുൾഫിൽമെൻറ്റ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിലും അതെ, ആ പറഞ്ഞതുപോലെ വേറെ എന്ത് കാര്യങ്ങളുണ്ടായിട്ടും കാര്യമില്ല. അത്രത്തോളം അത് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും സാറ്റിസ്ഫൈഡ് അല്ലാതാവുന്ന ആ ഒരു എനർജിയാണ്. ഒരുപക്ഷെ അവരുടെ ആ ഒരു സോൾ ഇത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളും അതിനകത്തേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ടാവാം. ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, മറച്ചു വെക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരസ്പരം സംശയിക്കപ്പെട്ടിട്ടുണ്ടാവാം. എങ്കിലും നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടുണ്ടാവണമെന്നില്ല. വീണ്ടും നിങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ടാവും. കാരണം ഈ പറഞ്ഞ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് പോലും കാണാൻ കഴിയാത്ത ആ ഒരു ചരട്, ആ ഒരു ഇൻവിസിബിൾ ത്രെഡ് നിങ്ങൾക്കിടയിലുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ചിലവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് എത്രയൊക്കെ പുറത്തേക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാലും പറ്റുന്നില്ല. ഇതിനകത്ത് തന്നെ വന്ന് വീണ്ടും വീഴുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു പേഴ്സണെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിലും ചിലപ്പോൾ ഇതേ ഒരു കാര്യം ഉണ്ടാവാം. കാരണം പരസ്പരം ആ ഒരു സോൾസ് തമ്മിൽ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് അതിനെയും അതിജീവിച്ച് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഹെഡ് വേഴ്സസ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് ഓരോരുത്തർക്കും അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് അത്രത്തോളം സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡെപ്തുള്ള ഒരു കണക്ഷനായിട്ട് തന്നെ നമുക്ക് കാണാം. വളരെ സീക്രഡ് ആയിട്ട് കാണുന്ന ഒരു കണക്ഷനായിട്ട് കാണാം. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പവിത്രത അല്ലെങ്കിൽ ആ ഒരു മുൻപരിചയം ഒക്കെ നമുക്കിതിനകത്ത് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്നത് പോലെ, ആ ഒരു സംതിങ് ഡിവൈൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കണക്ഷനായിട്ട് തന്നെയാണ് അത് നോക്കി കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, 2, 3, 6 ആൻഡ് 7. ഇനി അതുപോലെ തന്നെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് സീരീസ്, ലിയോ, സെജിറ്റേറിയസ്, കാപ്രിക്കോൺ ആൻഡ് ക്യാൻസർ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുക. കാരണം ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ്റ്റ് കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾസ് തമ്മിലുള്ള ഒരു അട്രാക്ഷനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് തീവ്രമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.